പക്ഷെ അവിടെ ഉണ്ടാക്കിയ തുണിക്കൊന്നും നമ്മുടെ നാട്ടിലെ ഹാൻഡ്ലൂമിൽ ഉണ്ടാക്കിയ 7-1 ക്വാളിറ്റി പോലും ഇല്ലായിരുന്നു. അത് അവർക്ക് മനസ്സിലായത് അവരുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയോടുകൂടിയാണ്. ലോകത്തിന്റെ പല ഭാഗത്ത് ചെന്നിട്ടും ഇത് ഭയങ്കരമായിട്ട് റിജക്റ്റഡ് ആയി. എന്ന് വെച്ചാൽ ആൾക്കാർ പ്രിഫർ ചെയ്തിരുന്ന ഇന്ത്യൻ ക്ലോത്ത്സ് ആണ്. അന്ന് അവന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യയിലെ ഹാൻഡ്ലൂം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവന്മാരുടെ പവർ ലൂമിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഒരു കാരണവച്ചാലും മാർക്കറ്റ് കാണില്ല. അത് മനസ്സിലാക്കി അവർ ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ വീവേഴ്സിനെ എല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരുടെ വിരലുകൾ മുറിച്ചു കളഞ്ഞു. ദ ഹോൾ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി കൊളാപ്സ്. ഇതൊരു കഥയല്ല, ദിസ് ഇസ് ഹിസ്റ്ററി. എന്തിനായിരുന്നു ഇത്രയും ക്രൂരത? നമ്മുടെ കച്ചവടം തകർക്കാൻ, അവരുടെ കച്ചവടം കൂട്ടാൻ. ഇന്ന് ഇന്ത്യയിൽ വിൽക്കുന്ന 84,000 കോടി രൂപയുടെ ഫാസ്റ്റ് ഫാഷൻ, അതിന്റെ തുടക്കം അവിടെയാണ്. ഇന്ത്യയിലെ കൈത്തറി ബിസിനസ് അതോടുകൂടി ഫ്ലാറ്റ്. തലമുറകളായിട്ട് കൈമാറി വന്നിരുന്ന അറിവും കഴിവും അതോടുകൂടി നഷ്ടം. ഇന്ന് നമ്മൾ ഫാസ്റ്റ് ഫാഷന് വേണ്ടി 84,000 കോടി രൂപ മുടക്കുമ്പോൾ നമ്മുടെ നെയ്ത്തുകാർക്കോ നമ്മുടെ പരിസ്ഥിതിക്കോ നമ്മുടെ പാരമ്പര്യത്തിനോ ഒരു രീതിയിൽ ഇത് ഉപകാരപ്പെടുന്നില്ല. നമുക്കിതെല്ലാം ഒന്ന് മാറ്റിപ്പിടിക്കാം. 2025 വരുമല്ലേ? പ്രൊമോട്ട് സ്മോൾ ബിസിനസസ്, ഹാൻഡ്ലൂംസ്, സസ്റ്റൈനബിൾ ഫാഷൻ. ഓരോ തുണി ആലോചിച്ചു വന്ന് കോട്ടൺ, ലിനൻ, ഹെം അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസ് മാത്രം ഉപയോഗിക്കുള്ളൂ നിങ്ങൾ തീരുമാനമെടുക്കും. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ പുതുതായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇത് അയച്ചു കൊടുക്കുക. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്യുക. നമ്മുടെ ലെഗസിയെ കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ ദി ബ്രാൻഡ് സ്റ്റോറി ഓഫ് എനി ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സേ നോ ടു ഫാസ്റ്റ് ഫാഷൻ. സീ യു ടുമോറോ.